Question number 29. A hollow charged conductor has a tiny hole cut into its surface. Show that the electric field in the hole is sigma by 2 epsilon 0 n cap, where n cap is the unit vector in the outward normal direction and sigma is the surface charge density near the hole. So, ഈ ക്വസ്റ്റനിൽ നമുക്കൊരു ഹോളോ ചാർജ് കണ്ടക്ടർ തന്നിട്ടുണ്ട് ആൻഡ് ഈ കണ്ടക്ടറിന്റെ മുകളിലായിട്ട് ഒരു ടൈനി ഹോൾ ഉണ്ട്. ഈ ടൈനി ഹോളിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ടൈംസ് എൻ ക്യാപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇവിടെ എൻ ക്യാപ്പ് എന്നുള്ളത് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടുള്ള നോർമലിന്റെ ഡയറക്ഷൻ ആണ്. സോ ഇവിടെ നമ്മൾ ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെറ്റ് ദിസ് ബി അവർ ഹോളോ കണ്ടക്ടർ വിത്ത് എ ടൈനി ഹോൾ ഇൻസൈഡ്. സോ ഇതാണ് ഇവിടുത്തെ ഹോളോ കണ്ടക്ടർ ആൻഡ് ഇതായിരിക്കും ഈ കണ്ടക്ടറിലുള്ള ടൈനി ഹോൾ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഹോളിൽ കൂടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ടൈംസ് എൻ ക്യാപ്പ് എന്നാണ്. സോ ഈ എക്സ്പ്രഷൻ പ്രൂവ് ചെയ്യാൻ നമ്മൾ ആദ്യം ഈ ഹോളോ കണ്ടക്ടറിൽ ഹോൾ ഇല്ലാത്ത അവസ്ഥയിൽ ഇതിന്റെ അകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ കമ്പയർ ചെയ്യും. ആ കമ്പാരിസണിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ഹോൾ ഉള്ള കേസ് കൺസിഡർ ചെയ്ത് ഈ പർട്ടിക്കുലർ എക്സ്പ്രഷൻ പ്രൂവ് ചെയ്യും. സോ അതാണ് ഇവിടെ മെത്തേഡ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ എക്സ്പ്രഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു നോർമൽ ഹോളോ കണ്ടക്ടറായിട്ട് കൺസിഡർ ചെയ്യും, അതായത് ഹോൾ ഇല്ലാത്ത ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ ഈ കണ്ടക്ടറിന്റെ അകത്തും പുറത്തും 2 പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻസ് കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ വെച്ചാണ് നമ്മൾ ഈ ഹോളിൽ കൂടിയുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഈ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണെന്ന് കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us കൺസിഡർ ദി ഫസ്റ്റ് കേസ് ഹിയർ. ഇതാണ് ഹോൾ ഇല്ലാതെ ഈ ഹോളോ കണ്ടക്ടറിന്റെ അവസ്ഥ. ഇനി ഈ ഹോളോ കണ്ടക്ടറിനെ തന്നെ 2 പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഈ ഹോൾ ഉണ്ടാക്കാൻ പോകുന്ന റീജിയൻ, ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് പാർട്ട്. സോ ഇതായിരിക്കും റീജിയൻ 1. ഇനിയും രണ്ടാമത് ഈ പോർഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഈ കണ്ടക്ടറിന്റെ റിമൈനിങ് പോർഷൻ. സോ സെക്കൻഡ് പോർഷൻ വിൽ ബി ദ റിമൈനിങ് പോർഷൻ ഓഫ് ദി കണ്ടക്ടർ. സോ 2 റീജിയൻ ഇവിടെ ഉണ്ട്. ഈ ഹോൾ ഉണ്ടാകാൻ പോകുന്ന ഈ പർട്ടിക്കുലർ റീജിയനും 2 ഈ ഫസ്റ്റ് റീജിയൻ ഒഴിച്ച് ബാക്കി വരുന്ന ഭാഗം. സോ ഈ 2 ഭാഗങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇനി തിയറി പാർട്ടിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു സ്ഫെറിക്കൽ ഹോളോ കണ്ടക്ടറിന്റെ പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സിഗ്മ ബൈ എപ്സിലോൺ 0. ഇത് ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോയിൽ നമ്മൾ ഓൾറെഡി കണ്ട എക്സ്പ്രഷൻ ആണ്. എന്നാൽ കഴിഞ്ഞ ക്വസ്റ്റനിൽ നമ്മൾ കണ്ടു ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ അകത്തുള്ള റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻസൈഡ് എ മെറ്റാലിക് കണ്ടക്ടർ ദർ വിൽ ബി നോ ഇലക്ട്രിക് ഫീൽഡ്. സോ ഇത് രണ്ടും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനിയും ഒരു ചാർജ് Q ഈ കണ്ടക്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് യൂണിഫോം ആയിട്ട് അതിന്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ആവും. സോ ഇറ്റ് വിൽ ബി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ദി സർഫസ് ഓഫ് ദി കണ്ടക്ടർ. സോ നമുക്ക് എഴുതാം ദി ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദി കണ്ടക്ടർ സിഗ്മ ബൈ എപ്സിലോൺ 0. ഇത് നമുക്ക് ഓൾറെഡി ഗോസസ് ലോ വഴി അറിയാവുന്ന കാര്യമാണ്. ആൻഡ് ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്. സോ ഇവിടെ എൻ ക്യാപ്പ് എന്ന് ഡിനോട്ട് ചെയ്യാം. നമ്മളിവിടെ ഈ ഹോളോ കണ്ടക്ടറിനെ 2 പർട്ടിക്കുലർ റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ 2 റീജിയൻ കാരണം ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സൂപ്പർ പൊസിഷൻ കാരണമാണ്. ദാറ്റ് ഈസ് ആദ്യത്തെ റീജിയൻ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് E1 എടുക്കുകയാണെങ്കിൽ E1 ഞാൻ ഇവിടെ E1 സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ചാർജ് ആണ്. ഈ പോസിറ്റീവ് ചാർജിൽ നമുക്കറിയാം എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി റേഡിയലി ഔട്ട്വേർഡ്. അതായത് 2 സൈഡിലും ഇറ്റ് വിൽ ബി പോയിന്റിങ് റേഡിയലി ഔട്ട്വേർഡ്. സോ ഇതായിരിക്കും ഈ ഫസ്റ്റ് റീജിയൻ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എന്നാൽ ഈ റിമൈനിങ് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E2 ആയിരിക്കും. ആൻഡ് ഇവിടെ E2ന്റെ ഡയറക്ഷനും പുറത്ത് ഇറ്റ് വിൽ ബി റേഡിയലി ഔട്ട്വേർഡ്. സോ നമുക്കിവിടെ കാണാം ഈ E1ഉം E2ഉം കൂടി ചേർന്നാണ് ഈ ഔട്ട്സൈഡ് റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഫീൽഡ് ഇസ് ഡ്യൂ ടു ദി സൂപ്പർ പൊസിഷൻ ഓഫ് 2 ഫീൽഡ്സ്. ദാറ്റ് ഈസ് ദ ഫീൽഡ് ഡ്യൂ ടു ദി ഹോൾ. ഈ ചെറിയ റീജിയൻ കാരണമുള്ള ഫീൽഡ് അത് നമ്മളിവിടെ E1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ്ലി ദ ഫീൽഡ് ഡ്യൂ ടു ദി റെസ്റ്റ് ഓഫ് ദി കണ്ടക്ടർ. ആൻഡ് ഈ റിമൈനിങ് പോർഷന്റെ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ E2 ആയിട്ടാണ് എടുത്തത്. which implies E1 plus E2 is equal to sigma by epsilon naught n cap. ഇനി നമുക്ക് ഈ അകത്തെ റീജിയൻ കൺസിഡർ ചെയ്യാം. ഇനി അകത്തെ റീജിയനിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 0 ആയിരിക്കും. ആൻഡ് ഈ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഇതാണ്, ഈ 2 റീജിയൻ അതായത് 1ഉം 2ഉം റീജിയൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അകത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവത്തുള്ളൂ. സോ നമുക്ക് ആദ്യം ഈ റീജിയൻ 1 കൺസിഡർ ചെയ്യാം. ഈ റീജിയൻ 1 കാരണം അകത്തുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതായിരിക്കും. കാരണം നമുക്ക് ഓൾറെഡി അറിയാം
ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി കണ്ടക്ടർ ഡ്യൂ ടു റീജിയൻ 1. ഇനിയും ഈ അകത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആവണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ഓൺലി വൺ പോസിബിലിറ്റി. ഈ റിമൈനിങ് റീജിയൻ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ E1-നെ ഒപ്പോസ് ചെയ്യണം. Therefore, this will be the direction of electric field due to the remaining charge. And ഇവിടെ ഓർത്തിരിക്കുക E1 and E2 will be equal and opposite. അത് മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണ്, അതേസമയം ഡയറക്ഷൻ കൊണ്ട് അവർ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് ദേ വിൽ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. അങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അകത്തുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയി പോകുന്നത്. ദാറ്റ് ഈസ് വി നോ ദാറ്റ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി കണ്ടക്ടർ ഇസ് 0. ദിസ് മീൻസ് ദാറ്റ് E1 and E2, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു റീജിയൻ 1ഉം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു റീജിയൻ 2ഉം ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. എങ്കിലേ അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകത്തുള്ളൂ. സോ ദിസ് ഇംപ്ലൈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഈസ് ഈക്വൽ ടു 0, വിച്ച് ഇസ് ഈക്വൽ ടു ഈ റീജിയൻ 1 കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് വിൽ ബി മൈനസ് E1 പ്ലസ് E2, കാരണം E2ന്റെ ഡയറക്ഷൻ ഇവിടെ മാറുന്നില്ല. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ആൻഡ് let us take this as equation 2. So നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇനി ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു റീജിയൻ 2 ഇസ് സിഗ്മ ബൈ എപ്സിലോൺ 0. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു റീജിയൻ 2 ഇറ്റ് വിൽ ബി സിഗ്മ ബൈ 2 ടൈംസ് എപ്സിലോൺ 0. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് n ക്യാപ്പ് ആണ്. സോ ഇതാണ് രണ്ടാമത്തെ റീജിയൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമുക്ക് ഈ ഫിഗറിലോട്ട് തിരിച്ചു വരാം. ആദ്യത്തെ കേസിൽ നമ്മൾ ഈ രണ്ട് റീജിയൻ ഒരുമിച്ചാണ് കൺസിഡർ ചെയ്തത്, ദാറ്റ് ഇസ് റീജിയൻ 1 and 2. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ ഹോൾ ഉള്ള കേസ് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഹോൾ ഉള്ള കേസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതായിരിക്കും ഫിഗർ. ഈ കേസിൽ നമുക്കാണെങ്കിൽ ഈ റീജിയൻ 1 ഇവിടെ കാണത്തില്ല. ഈ റീജിയൻ 1 ഇല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും ഇവിടെ കാണത്തില്ല. അങ്ങനെ റീജിയൻ 1 കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ദർ വിൽ ബി ഓൺലി E2. ആൻഡ് E2ന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി റേഡിയലി ഔട്ട്വേർഡ്. സോ നമുക്കിവിടെ കാണാം E2 എന്ന് പറയുന്ന ഒരേ ഒരു റീജിയനേ ഉള്ളൂ. ആ റീജിയൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് ഓൾറെഡി E2ന്റെ എക്സ്പ്രഷൻ ഉണ്ട്. സോ therefore the electric field in the hole is sigma by 2 epsilon 0 times n cap. Hence proved. സോ ജനറലി ഈ ക്വസ്റ്റ്യനിൽ പലർക്കും ഡൗട്ട് ഉണ്ടാകുന്ന ഒരു കേസ് ഈ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തുകൊണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയി എന്നുള്ളതാണ്. സോ അതിന് ലോജിക്കലായിട്ടൊരു എക്സ്പ്ലനേഷനേ ഉള്ളൂ. നമുക്കറിയാം ഒരു ഹോളോ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അകത്തുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 0 ആയിരിക്കും. ആൻഡ് ഈ കേസിൽ ഇത് 0 ആവാൻ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ. ഈ ചെറിയ റീജിയൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും ഈ റിമൈനിങ് പോർഷൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ഇവിടെ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവുന്നത്. എന്നാൽ പുറത്തെ റീജിയൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. സോ ദേ വിൽ ആഡ് അപ്പ് ഈച്ച് അതർ. ആൻഡ് നമുക്കറിയാം ഒരു ഹോളോ കണ്ടക്ടർ കാരണം പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. സോ ഈ രണ്ട് കേസും ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി തന്നെ പോവുക. ഈ ഹോളിൽ കൂടിയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഈ ഹോൾ ഇല്ലാത്ത സിറ്റുവേഷൻ ഇമാജിൻ ചെയ്ത് അകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ ഈ രണ്ടാമത്തെ ഈ റിമൈനിങ് റീജിയൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു എക്സ്പ്രഷൻ കോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഈ ഹോൾ ഉള്ള സിറ്റുവേഷൻ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആയിട്ട് തന്നെ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 30. ഒബ്റ്റെയിൻ ദി ഫോർമുല ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് തിൻ വയർ ഓഫ് യൂണിഫോം ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ വിത്തൗട്ട് യൂസിങ് ഗോസസ് ലോ. സോ നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോയിൽ കണ്ടതാണ് ഒരു ഇൻഫൈനറ്റ്ലി ലോങ് വയർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. എന്നാൽ അതേ എക്സ്പ്രഷൻ ഇവിടെ ഗോസസ് ലോ ഉപയോഗിക്കാതെ പ്രൂവ് ചെയ്യണം. സോ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു ഇൻഫൈനറ്റ്ലി ലോങ് വയർ കൺസിഡർ ചെയ്യാം. ഇനി വയർ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന y ആക്സിസിലാണെന്ന് വിചാരിക്കുക. സോ ഐ എം പ്ലേസിംഗ് ദിസ് വയർ ഇൻ y ആക്സിസ്. -y തൊട്ട് +y വരെ ആയിരിക്കും ഈ വയറിന്റെ ഓറിയന്റേഷൻ. ആൻഡ് ഇത് ഇൻഫൈനറ്റ്ലി ലോങ് ആയതുകൊണ്ട് എനിക്ക് -yക്ക് പകരം ഐ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് -∞ ടു +∞. സോ ഇതായിരിക്കും ഈ വയറിന്റെ ഓറിയന്റേഷൻ. ഇനിയും ഈ വയറിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ലാംഡ നമുക്കറിയാം അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം പെർ മീറ്റർ ആണ്. അതായത് ഈ വയറിലുള്ള ടോട്ടൽ ചാർജ് പെർ ടോട്ടൽ ലെങ്ത്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ലെങ്തിൽ എന്തുമാത്രം ചാർജ് ഉണ്ട് ആ എക്സ്പ്രഷൻ ആണ് ലാംഡ. ഇനി ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്കൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ ഈ P എന്നുള്ള പോയിന്റിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആൻഡ് ഈ പോയിന്റ് ഈ വയറിൽ നിന്ന് h ഡിസ്റ്റൻസ് അകലെയാണ്. ആൻഡ് വൺസ് ഈ പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ h ഡിസ്റ്റൻസ് മാറാൻ പോകുന്നില്ല. സോ ഇനിയും തൊട്ട് ഈ h ഡിസ്റ്റൻസ് എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ
പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഈ വയറിൽ ഒരു ചെറിയ എലമെന്റ് dy കൺസിഡർ ചെയ്യണം. ആൻഡ് ഈ dyയിലുള്ള ചാർജ് ആണ് dq. ആൻഡ് ഈ dqനുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് ലാംഡയുടെ ടേംസിൽ എഴുതാം. കാരണം ഒരു യൂണിറ്റ് ലെന്തിലുള്ള ചാർജ് ആണ് ലാംഡ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ dq ചാർജിനെ ലാംഡ ടൈംസ് dy ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ബിക്കോസ് ഒരു യൂണിറ്റ് ലെന്തിൽ ലാംഡയാണ് ടോട്ടൽ ചാർജ്. അങ്ങനെയെങ്കിൽ dy എലമെന്റിൽ ഇറ്റ് വിൽ ബി ലാംഡ ടൈംസ് dy. ഇനി ഈ dy എലമെന്റ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ ഒരു പോയിന്റ് ചാർജ് ആയിട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇത് ഈ പോയിന്റിൽ നിന്ന് ഈ dy വരെ ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് ആണ് y. അതേസമയം ഈ പോയിന്റിൽ നിന്ന് dyയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇത്. അതിനെ നമുക്ക് r ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ ലെറ്റ് r ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്മോൾ എലമെന്റ് dy ആൻഡ് ദ പോയിന്റ് p. ഇനി ഇത് പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇതുവഴി ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. സോ ദിസ് വിൽ ബി ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദി സ്മോൾ എലമെന്റ് dy. സോ ഐ ക്യാൻ റൈറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് p ഡ്യൂ ടു എലമെന്റ് dy is given as dE is equal to k dq by r square. ഇനി dqന് ഇവിടെ ഓൾറെഡി നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്. സോ ആ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി k ലാംഡ dy by r square. ഇനി ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ dy എലമെന്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യുന്നത്. അതേസമയം ഞാൻ താഴോട്ട് ഒരു എലമെന്റ് വേറൊരു എലമെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. സോ ഇവിടെ കൺക്ലൂഷൻ ഇതാണ്, ഈ dy എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വേരിയബിൾ ആണ്. ആൻഡ് അത് മാറുന്നതനുസരിച്ച് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും മാറും. എന്നാൽ ഓരോ എലമെന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എടുക്കുക എന്നുള്ളത് വളരെ പാടായിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ അതിനു വേണ്ടി ഈ ഇലക്ട്രിക് ഫീൽഡിനെ ഇവിടെ റിസോൾവ് ചെയ്യും. ആൻഡ് അങ്ങനെ റിസോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ ഈ ആംഗിളിനെ തീറ്റയെന്ന് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഈ ഹൊറിസോണ്ടൽ ലൈനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളും തീറ്റയായിട്ട് കിട്ടും. കാരണം ദേ ആർ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഒരു വെക്ടർ ഒരു ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്കറിയാമെങ്കിൽ ആ ആക്സിസിലുള്ള ഈ വെക്ടറിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി dE cos തീറ്റ. സോ ഇവിടെ ഈ ചെറിയ ഇലക്ട്രിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് dE cos തീറ്റ. എന്നാൽ അതേസമയം ഈ വെക്ടർ കാരണം ഉണ്ടാകുന്ന വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് dE sin തീറ്റ. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം, ഈ മേളിലത്തെ എലമെന്റ് കാരണം ഉണ്ടാകുന്ന വെർട്ടിക്കൽ കമ്പോണന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ്. എന്നാൽ ഇനി നമ്മൾ താഴെ ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് കാരണം ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. എന്നാൽ ഇതിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് മുകളിലോട്ട് കിട്ടും. എന്നാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മുമ്പത്തെ പോലെ തന്നെ റൈറ്റിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. സോ ഇവിടെ കൺക്ലൂഷൻ ഇതാണ്, ഈ മേളിലത്തെ എലമെന്റ് കാരണം ഉണ്ടാകുന്ന വെർട്ടിക്കൽ കമ്പോണന്റ് താഴോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ ഈ താഴത്തെ എലമെന്റ് കാരണം ഉണ്ടാകുന്ന വെർട്ടിക്കൽ കമ്പോണന്റ് മുകളിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സിമെട്രിക് ആർഗ്യുമെന്റിൽ ഈ വെർട്ടിക്കൽ കമ്പോണൻസ് എല്ലാം തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. സോ എനിക്കിവിടെ ഈ dE sin തീറ്റയെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ദേ വിൽ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. എന്നാൽ ഈ ഓരോ എലമെന്റ് കാരണം ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആഡ് അപ്പ് ചെയ്യും. സോ ഈ പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഓരോ എലമെന്റ് കാരണം ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ അഡീഷൻ കാരണമാണ്. ദാറ്റ് ഈസ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഈസ് ഗിവൺ ബൈ E is equal to ഇന്റഗ്രൽ dE cos തീറ്റ. ദാറ്റ് ഈസ് ഈ ചെറിയ എലമെന്റ് കാരണം ഉണ്ടാകുന്ന ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് സമ്മേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കിട്ടും. ഇനി ഇവിടെ ഈ ഡിക്ക് ഓൾറെഡി എക്സ്പ്രഷൻ ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ ഈ ഡിക്ക് പകരം ഇവിടെ k ലാംഡ dy ബൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. ഇനി ഈ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് പിയിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമല്ല, കാരണം ഈ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഈ dy എന്നുള്ളത് വേരിയബിൾ ആണ്, ഈ r എന്നുള്ളതും വേരിയബിൾ ആണ്. കാരണം ഈ dy മാറുന്നതനുസരിച്ച് ഈ എലമെന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള r ഡിസ്റ്റൻസും വേരി ചെയ്യും. സോ r എന്ന് പറയുന്ന വേരിയബിൾ ആണ്. ആൻഡ് ഈ തീറ്റ എന്ന് പറയുന്നതും വേരിയബിൾ ആണ്, കാരണം ഈ dy എലമെന്റ് മാറിക്കഴിഞ്ഞാൽ ഈ തീറ്റയുടെ വാല്യൂ മാറും. സോ ഇവിടെ 3 വേരിയബിൾ ഉണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാടാണ്. ആൻഡ് ഇവിടെ ഈ dy എലമെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് -∞ ടു +∞ ആണ്. അതായത് ഈ ഇന്റഗ്രലിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് -∞ ടു +∞ ആണ്. ആൻഡ് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തൊരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാലും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മീനിങ്ലെസ് ആണ്. സോ എനിക്കിവിടെ ഈ dy എലമെന്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കൂടാതെ ഈ 3 വേരിയബിൾ എന്നുള്ളത് ഒരു വേരിയബിളിന്റെ ഫോമിലാക്കി മാറ്റണം. സോ ഈ dy-നെയും r-നെയും ഈ എക്സ്പ്രഷനിൽ നിന്ന് കളയണം. അതിനായിട്ട് നമുക്ക് 2-3 സബ്സ്റ്റിറ്റ്യൂഷൻസ് കൺസിഡർ ചെയ്യണം. സോ ആദ്യം ഈ പർട്ടിക്കുലർ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആൻഡ് ഈ ട്രയാങ്കിൾ നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറയുന്നത്
it will be adjacent side by hypotenuse. Cos theta will be, ഇവിടെ adjacent side എന്നുള്ള h ആണ്. h and hypotenuse എന്നുള്ളത് r ആണ്. h by r. അങ്ങനെയാണെങ്കിൽ r can be written as h by cos theta. And 1 by cos theta നമുക്കറിയാം it will be sec theta. So r is h into sec theta. And ഇവിടെ r square ആണ്. So r square will be h square sec square theta. ഇനിയും ഈ ഡിവൈക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതേ ട്രയാങ്കിളിൽ നമുക്ക് ടാൻ തീറ്റയുടെ വാല്യൂ എഴുതാം. സോ ഈ ട്രയാങ്കിളിൽ നിന്ന് ടാൻ തീറ്റ എഴുതുവാണെങ്കിൽ ടാൻ തീറ്റ നമുക്കറിയാം ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. സോ ഹിയർ ടാൻ തീറ്റ വിൽ ബി y ബൈ h. ഈ എക്സ്പ്രഷനിൽ നിന്ന് y എഴുതുവാണെങ്കിൽ y വിൽ ബി h ടൈംസ് ടാൻ തീറ്റ. ആൻഡ് ഈ എക്സ്പ്രഷനകത്ത് dy ആണുള്ളത്. സോ dy is equal to ഈ h എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ട് ദിസ് വിൽ ബി എ കോൺസ്റ്റന്റ്. സോ ഇറ്റ് വിൽ ബി h ടൈംസ് sec സ്ക്വയർ തീറ്റ. ആൻഡ് ഇവിടെ തീറ്റയുടെ ടേംസിലായതുകൊണ്ട് ദർ വിൽ ബി ഡി തീറ്റ. സോ എനിക്കിവിടെ ഡിവൈക്കും ഒരു എക്സ്പ്രഷൻ കിട്ടി, ആറിനും ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി ഇത് രണ്ടും ഈ മെയിൻ എക്സ്പ്രഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഇന്റഗ്രൽ ഓഫ് കെ ലാംഡ, ഈ ഡി വൈ എന്നുള്ളത് ഇറ്റ് വിൽ ബി എച്ച് സീറ്റ് സ്ക്വയർ തീറ്റ വോൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ളത് എച്ച് സ്ക്വയർ സീറ്റ് സ്ക്വയർ തീറ്റയോ എച്ച് സ്ക്വയർ സീറ്റ് സ്ക്വയർ തീറ്റ ഇൻറ്റു പുറത്ത് കോസ് തീറ്റ ഉണ്ട് ഇൻറ്റു കോസ് തീറ്റ. ഇനി ഇവിടെ ടേംസ് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. സോ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഈ സീറ്റ് സ്ക്വയർ തീറ്റയും ക്യാൻസൽ ചെയ്യും. ഇനി ഈ എച്ചും താഴത്തെ ഒരു എച്ച് സ്ക്വയറിന്റെ സ്ക്വയർ പോകും. സോ ഇറ്റ് വിൽ ബി കെ ലാംഡ ബൈ എച്ച്. ഇനി ഇവിടെ എല്ലാ ടേംസും തീറ്റയുടെ ടേമിലായി. അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റും തീറ്റയുടെ ടേംസിലോട്ട് എക്സ്പ്രസ് ചെയ്യണം. ആൻഡ് നമുക്കിവിടെ കാണാം, സി ഈ ഡി വൈ എലമെന്റിലുള്ള ആംഗിൾ തീറ്റയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇനിയും താഴോട്ട് ഒരു ഡി വൈ എലമെന്റ് എടുക്കുകയാണെങ്കിൽ ഈ തീറ്റയുടെ വാല്യൂം കൂടും. ഇനിയും കുറച്ചുകൂടെ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ തീറ്റയുടെ വാല്യൂ പിന്നെയും കൂടും. ഒരു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ ഈ തീറ്റ എന്ന് പറയുന്നത് ഏകദേശം പെർപെൻഡിക്കുലർ ആവും. സോ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ പൈ ബൈ 2 ആണ്. സോ ഈ ലിമിറ്റ് -∞ ടു +∞ എന്നുള്ളത് -π/2 ടു +π/2 ആയിട്ട് മാറും. ഈ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ലാംഡയെ നമുക്കറിയാം ഇറ്റ് ഇസ് എ യൂണിഫോം ലീനിയർ ചാർജ് ഡെൻസിറ്റി. സോ ലാംഡയും കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഞാനിവിടെ പറഞ്ഞു എച്ച് എന്നുള്ളതും കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഈ 3 കോൺസ്റ്റന്റ് ടേംസ് ഇന്റഗ്രലിന്റെ അകത്തുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ പുറത്തെടുക്കാം. സോ ഇലക്ട്രിക് ഫീൽഡ് ഇ വിൽ ബി കെ ലാംഡ ബൈ എച്ച് ടൈംസ് ഇന്റഗ്രൽ -π/2 ടു π/2. അകത്തുള്ള ടേം എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. ആൻഡ് കോസ് തീറ്റയുടെ ഇന്റഗ്രൽ നമുക്ക് ഓൾറെഡി അറിയാം. ഇന്റഗ്രൽ കോസ് തീറ്റ ഇസ് സൈൻ തീറ്റ. സോ ഇറ്റ് വിൽ ബി കെ ലാംഡ ബൈ എച്ച് സൈൻ തീറ്റ വേർ ലിമിറ്റ് ഇസ് π/2 ടു -π/2. ഇനിയും ഈ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. ഇത് നമ്മൾ മാത്സിൽ പഠിക്കുന്ന കാര്യമാണ്. ഇത് കാരണം തന്നെ സൈൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഹിയർ സൈൻ ഓഫ് -π/2 വിൽ ബി -sin π/2. സോ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് കെ ലാംഡ ബൈ എച്ച് സൈൻ അപ്പർ ലിമിറ്റ് ആയ π/2 മൈനസ് ലോവർ ലിമിറ്റ് -sin π/2 ആൻഡ് മൈനസ് ഇറ്റ് വിൽ ബി അഗെയിൻ sin π/2. sin π/2യുടെ വാല്യൂ നമുക്കറിയാം ഇറ്റ് ഇസ് 1. സോ ഇറ്റ് ഇസ് 1 + 1. സോ എക്സ്പ്രഷൻ എന്നുള്ളത് ഇറ്റ് വിൽ ബി 2k ലാംഡ ബൈ എച്ച്. സോ ഇതായിരിക്കും ഈ പോയിന്റിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. ഇനി ഇവിടെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് കോൺസ്റ്റന്റ് ടേംസിൽ എഴുതി കഴിഞ്ഞാൽ വി നോ ദാറ്റ് k is equal to 1/4πε0. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 2 into 1/4πε0 ടൈംസ് ലാംഡ ബൈ എച്ച്. ആൻഡ് ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വിൽ ഗെറ്റ് ഇറ്റ് ആസ് ലാംഡ ബൈ 2πε0 എച്ച്. സോ ഇതാണ് ഗോസസ് ലോ വഴി നമുക്ക് കിട്ടിയ ഫൈനൽ എക്സ്പ്രഷൻ. സോ നിങ്ങൾ മാത്സിൽ ഇന്റഗ്രേഷൻ നല്ലോണം തറവാക്കി കഴിഞ്ഞാൽ അതിന്റെ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യാം. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം ഈ ഫൈനൽ എക്സ്പ്രഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 31. It is now believed that protons and neutrons, which constitute nuclei of ordinary matter, are themselves built out of more elementary units called quarks. A proton and a neutron consist of 3 quarks each. 2 type of quarks, the so-called up quark denoted by small letter u of charge +2/3e, and the down quark denoted by small letter d of charge -1/3e, together with electrons build up ordinary matter. Quarks of other types have also been found, which give rise to different unusual varieties of matter. Suggest a possible quark combination of a proton and neutron. സോ ഈ ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടും ക്വാർക്സിനെ പറ്റിയാണ്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും ഈ പ്രോട്ടോണും ന്യൂട്രോണും അഥവാ ന്യൂക്ലിയോൺസ് എന്നറിയപ്പെടുന്ന ഈ 2 സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെയും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളായിട്ട് വരുന്നതാണ് ക്വാർക്സ്.
നിങ്ങൾ ലാസ്റ്റ് ഇയർ കെമിസ്ട്രിയിൽ അറ്റോമിക് സ്ട്രക്ചർ എന്ന പാഠത്തിൽ ഹിസ്റ്ററി ഓഫ് അറ്റോമിക് തിയറീസ് പഠിച്ചിട്ടുണ്ട്. ഡാൾട്ടന്റെ അറ്റോമിക് തിയറി പ്രകാരം നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു ആറ്റം എന്നുള്ളത് ഇൻഡിവിസിബിൾ ആണ് എന്നാണ്. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലായി ആറ്റം എന്നുള്ളത് ഡിവിസിബിൾ ആണെന്നും അങ്ങനെ ഒരു ആറ്റത്തിനകത്ത് പ്രധാനമായിട്ടും 3 തരം സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ദാറ്റ് ഇസ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇനിയും ഇതിൽ തന്നെ ഈ ഇലക്ട്രോൺ എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ആണ്. പക്ഷേ ഈ പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നുള്ളത് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് അനദർ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ കോൾഡ് ക്വാർക്സ്. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഈച്ച് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ കൺസിസ്റ്റ് ഓഫ് 3 ക്വാർക്സ് ഈച്ച്. ആൻഡ് ഈ 3 ക്വാർക്കുകളുടെ കോമ്പിനേഷൻ അഥവാ കോമ്പോസിഷൻ ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ 2 ബോക്സ് കൺസിഡർ ചെയ്യാം. വൺ റെപ്രസെന്റ്സ് എ പ്രോട്ടോൺ ആൻഡ് അനദർ റെപ്രസെന്റ്സ് എ ന്യൂട്രോൺ. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഈച്ച് ബോക്സ് കൺസിസ്റ്റ് ഓഫ് 3 ക്വാർക്സ് ഈച്ച്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ക്വാർക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 6 വെറൈറ്റീസ് ഉണ്ട്. ദേ ആർ അപ്പ്, ഡൗൺ, ടോപ്പ്, ബോട്ടം, സ്റ്റേഞ്ച് ആൻഡ് ചാം. എന്നാൽ ഈ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വരുന്നത് ഈ അപ്പും ഡൗണും ക്വാർക്കുകൾ മാത്രമാണ്. ആൻഡ് ഇവിടെ തന്നിട്ടുണ്ട് ഈ അപ്പ് ക്വാർക്കിന്റെ ചാർജ് എന്ന് പറയുന്നത് +2/3 E ആണ്. അതേസമയം ഈ ഡൗൺ ക്വാർക്കിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് -1/3 E. ഇവിടെ നിങ്ങൾ ഈ ഫ്രാക്ഷണൽ ചാർജ് നോട്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സംശയമാണ് ഡസ് ഇറ്റ് വയലേറ്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഡസൻ വയലേറ്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. കാരണം ഈവൻ ദോ ഈച്ച് ഓഫ് ദിസ് ഇൻഡിവിജ്വൽ ക്വാർക്ക് ഹാവ് ഫ്രാക്ഷണൽ ചാർജ്, അതായത് +2/3 അല്ലെങ്കിൽ -1/3 എന്നൊക്കെയുള്ളത് ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിളിന് പകരം ഫ്രാക്ഷണൽ ചാർജ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ക്വാർക്സിനൊന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ല. അതായത് നമുക്കൊരു അപ്പ് ക്വാർക്കിനെയോ ഡൗൺ ക്വാർക്കിനെയോ തന്നെ ഒരു ഐസൊലേറ്റഡ് എക്സിസ്റ്റൻസിൽ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. സോ ക്വാർക്സ് ഈവൻ ദോ ദേ ഹാവ് ഫ്രാക്ഷണൽ ചാർജ് they always exist in combination. ആൻഡ് ഇവിടെ പ്രോട്ടോണിനകത്തെയും ന്യൂട്രോണിനകത്തെയും കോമ്പിനേഷൻ കണ്ടുപിടിക്കണം. സോ ഇത് നോർമൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അപ്പ് ക്വാർക്സിനെ h ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദ നമ്പർ ഓഫ് ഡൗൺ ക്വാർക്ക് വിൽ ബി 3 - h. ആൻഡ് നമുക്കറിയാം പ്രോട്ടോണുള്ള ചാർജ് എന്ന് പറയുന്നത് E ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. നമ്പർ ഓഫ് അപ്പ് ക്വാർക്ക് ഗിവൺ ബൈ 2/3h പ്ലസ് നമ്പർ ഓഫ് ഡൗൺ ക്വാർക്ക് ഗിവൺ ബൈ 3 - h ഇൻറ്റു 1/3. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടോണിലുള്ള നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ E ആയിരിക്കും. സോ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ചിന്റെ വാല്യൂ കിട്ടും. സിമിലർലി ന്യൂട്രോണിന്റെ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. സോ നമ്പർ ഓഫ് അപ്പ് ക്വാർക്ക് പ്ലസ് നമ്പർ ഓഫ് ഡൗൺ ക്വാർക്ക് ഷുഡ് ഗീവ് 0. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഫോം ചെയ്ത് സോൾവ് ചെയ്യാം. പക്ഷേ ഈ ക്വസ്റ്റനിൽ പ്രധാനമായിട്ടും ഈ ക്വാർക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഞാനിവിടെ ആൻസർ ഡയറക്ട്ലി തരുവാണ്. ഒരു പ്രോട്ടോൺ എടുത്താൽ അതിൽ പ്രധാനമായിട്ടും 2 അപ്പ് ക്വാർക്കുകളും ഒരു ഡൗൺ ക്വാർക്കും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. That is, a proton is mainly consisting of 2 up quarks and 1 down quark. And ഇത് ഇവിടെ വെരിഫൈ ചെയ്ത് നോക്കാം. 2 up quark ഉണ്ടെങ്കിൽ it is +2/3 E plus 2/3 E. ആൻഡ് ഒരു ഡൗൺ ക്വാർക്ക് ഉണ്ടെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് -1/3 E ആണ്. ഈ 2/3 E plus 2/3 gives 4/3 E. And this -1/3 E എന്ന് പറയുന്നത് it will give 3/3 E or that is equal to E itself. സോ ഇങ്ങനെ നിങ്ങൾക്കിത് വെരിഫൈ ചെയ്ത് നോക്കാം. ഇനി അതേസമയം ന്യൂട്രോണിനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നത് 1 അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കുമാണ്. നൗ ടു വെരിഫൈ ദിസ്, a neutron consists of 1 up quark that is +2/3 minus 2 down quark that is -1/3 E minus 1/3 E. ഇനി ഇവിടെ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ it becomes 2/3 minus 2/3 times E and it will cancel out each other to give 0 net charge. സോ ഇതായിരിക്കും ഒരു പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഇൻഡിവിജ്വൽ ക്വാർക്കുകളുടെ കോമ്പിനേഷൻ. A proton consists of 2 up quarks and 1 down quark, whereas a neutron consists of 1 up quark and 2 down quarks. Question number 32. Consider an arbitrary electrostatic field configuration. A small test charge is placed at the null point of the configuration, where electric field is 0. Show that the equilibrium of the test charge is necessary unstable. And second part, verify this result for simple configuration of 2 charges of the same magnitude and sign placed at certain distance apart. So ഈ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് നമുക്കൊരു ആർബിട്രറി ഇലക്ട്രോസ്റ്റാറ്റിക് കോൺഫിഗറേഷൻ ഉണ്ട്. ആൻഡ് ഈ കോൺഫിഗറേഷൻ അകത്ത് തന്നെ ഒരു നൾ പോയിന്റ് ഉണ്ട്. നൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് വിൽ ബി 0. ഇനി ഈ പർട്ടിക്കുലർ പോയിന്റിലുള്ള ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്.
സോ ഇക്വിലിബ്രിയത്തെ പറ്റി നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 തരം ഇക്വിലിബ്രിയം ഉണ്ട്. ദാറ്റ് ഈസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഈ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു പോയിന്റിൽ ഒരു ബോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് പെർമനന്റ്ലി ഡിസ്പ്ലേസ്ഡ് ആൻഡ് പിന്നീട് ഈ ബോഡി ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തത്തില്ല, കാരണം ദർ ഇസ് നോ റീസ്റ്റോറിംഗ് ഫോഴ്സ്. എന്നാൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലെ കേസ് എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. കാരണം ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് ഒരു ബോഡിയെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേസ്മെന്റിന് ശേഷവും ഈ പർട്ടിക്കുലർ പോയിന്റിൽ തന്നെ തിരിച്ചു വരും, ബിക്കോസ് ദർ ഇസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി. സോ ഓർത്തിരിക്കുക, സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ whenever a body is displaced from the equilibrium position, there should be a restoring force acting towards that point of equilibrium. എന്നാൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം നമുക്കറിയാം, there is no effect of restoring force. അതായത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നിടത്തോളം ഡിസ്പ്ലേസ്മെന്റ് കാണും, ആൻഡ് ഈ ഫോഴ്സിന്റെ എഫക്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അഗെയിൻ ഇൻ ഇക്വിലിബ്രിയം. സോ ഇവിടെ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സിന് പ്രത്യേകിച്ച് എഫക്ട് ഒന്നുമില്ല. ദാറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ കേസാണ്. സോ ഈ എ പാർട്ട് പ്രൂവ് ചെയ്യാൻ ആദ്യം നമുക്കൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ആൻഡ് ഈ പോയിന്റിൽ ലെറ്റ് us assume that electric field will be 0. ഇങ്ങനെ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ ദിസ് വിൽ ബി അവർ നൾ പോയിന്റ്. ഇനി ഈ നൾ പോയിന്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റ് ചാർജ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് അസ്യൂം ചെയ്യാം. ഇങ്ങനെ ഈ ടെസ്റ്റ് ചാർജ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഞാൻ ഇതിനെ ഈ ഒരു പോയിന്റിൽ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ we know after reaching this point it should experience a restoring force to the equilibrium point. അതായത് സപ്പോസ് ഇത് 1 എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ഈ 1ൽ നിന്ന് ഇറ്റ് ഷുഡ് എക്സ്പീരിയൻസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ടുവേർഡ്സ് ദ പോയിന്റ് പി ഇറ്റ്സെൽഫ്. സോ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അകത്തോട്ടായിരിക്കും. എന്നാൽ ഇതേ ടെസ്റ്റ് ചാർജിനെ ഞാൻ ഈ ഒരു ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയും ഇറ്റ് ഷുഡ് എക്സ്പീരിയൻസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടുവേർഡ്സ് ദി പോയിന്റ് പി. സോ കൺക്ലൂഷൻ ഇതാണ്, ഈ പോയിന്റ് പിക്ക് ചുറ്റുമുള്ള എല്ലാ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റേഡിയലി ഇൻവേർഡ് ആയിരിക്കും, ദാറ്റ് ഇസ് ടുവേർഡ്സ് ദിസ് പോയിന്റ് പി. എങ്കിൽ മാത്രമേ ദിസ് പോയിന്റ് പി വിൽ ബി എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സോ ഒന്നുകൂടെ പറയാം, ഞാൻ ഈ പർട്ടിക്കുലർ പോയിന്റ് പി ആണ് നൾ പോയിന്റ് ആയിട്ട് ഇമാജിൻ ചെയ്യുന്നത്, നൾ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നൾ പോയിന്റ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് വിൽ ബി 0. ഇനി ഇവിടെ ഒരു ടെസ്റ്റ് ചാർജിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് അതിനെ ഏതൊരു ഡയറക്ഷനിലോട്ട് ഡിസ്പ്ലേസ് ചെയ്താലും ഈ പർട്ടിക്കുലർ പോയിന്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി റേഡിയലി ഇൻവേർഡ്സ് ഡയറക്റ്റിംഗ് ടുവേർഡ്സ് ദ പോയിന്റ് പി. സോ ഇതായിരിക്കും ഇതിന് ചുറ്റുമുള്ള ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഈ കണ്ടീഷനിൽ മാത്രമേ ഇതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആകത്തുള്ളൂ. ഇനി ഈ നൾ പോയിന്റിന് ചുറ്റും തന്നെ ഞാനൊരു ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാം, ഇറ്റ് ഇസ് റേഡിയലി ഇൻവേർഡ്സ്. അതേസമയം ഈ ഗോഷ്യൻ സർഫസിന്റെ ഏരിയ എലമെന്റ് എന്നുള്ളത് ഇറ്റ് വിൽ ബി റേഡിയലി ഔട്ട്വേർഡ്സ്. സോ ഈ പർട്ടിക്കുലർ ഗോഷ്യൻ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് അകത്തോട്ടും എന്നാൽ ഏരിയ വെക്ടർ പുറത്തോട്ടുമാണ് പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഗോസസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ നോൺ സീറോ വാല്യൂ. കാരണം ഇവിടെ ആന്റി പാരലാണ്, കോസ് 180 മൈനസ് ആവുന്നേ ഉള്ളൂ, പക്ഷേ സ്റ്റിൽ ദർ വിൽ ബി എ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഔട്ട് ഓഫ് ദിസ് ഗോഷ്യൻ സർഫസ്. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് the net charge enclosed by the surface by epsilon naught is not equal to 0. കാരണം നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് 0 അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് q net by epsilon 0 നോട്ട് ഈക്വൽ ടു 0. ആൻഡ് ഇതിന്റെ മീനിങ് എന്താണ്? ഈ ഗോഷ്യൻ സർഫസിനകത്തുള്ള q net എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0. പക്ഷെ നമ്മളിവിടെ ഓൾറെഡി അസ്യൂം ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റിൽ 0 ആണ്. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നെറ്റ് ചാർജ് 0 ആയിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ഇതിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കേസാണ് ഈ പർട്ടിക്കുലർ പോയിന്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. Therefore, the pattern of electric field at null point P that we assumed is not possible. നമ്മളിവിടെ അസ്യൂം ചെയ്തത് ഈ പോയിന്റ് പിയിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അകത്തോട്ടാണ് എന്നാണ്. പക്ഷെ ഇതിവിടെ പോസിബിൾ അല്ല. കാരണം ഇങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ it means this Gaussian surface will enclose a net charge. So here it means the point B will be a point of unstable equilibrium. ഇനി ഈ ബി പാർട്ടിൽ രണ്ട് ലൈറ്റ് ചാർജസ് കാരണം ഉണ്ടാകുന്ന ഒരു കോൺഫിഗറേഷന്റെ കേസിലും അവിടെ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ അതിനായിട്ട് ലെറ്റ് us consider the figure here. സപ്പോസ് ഇതാണ് രണ്ട് ലൈറ്റ് ചാർജസ് കാരണമുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആൻഡ് നമുക്കറിയാം ഇതിന്റെ സെൻട്രലായിട്ട് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റ് ആയിരിക്കും ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റ്. ഇനി ഈ കോൺഫിഗറേഷന്റെ ആക്സിസ് അലോങ് ഉള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. കാരണം എന്ന് പറയുന്നത് സപ്പോസ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് ഒരു ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ കുറഞ്ഞു.
and now it will experience a more force towards the opposite direction. അങ്ങനെ ഇത് ആദ്യത്തെ ഇക്വിലിബ്രിയം പൊസിഷനിൽ തന്നെ വന്നിരിക്കും. ഇനി അതേസമയം നമ്മൾ ഇങ്ങോട്ടാണ് ഈ ടെസ്റ്റ് ചാർജിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതെങ്കിൽ here also it will experience a restoring force towards the equilibrium position. So ആക്സിസിന് അലോങ്ങിലുള്ള ഏതൊരു പോയിന്റിലും ഈ പർട്ടിക്കുലർ ടെസ്റ്റ് ചാർജ് ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. പക്ഷേ ഈ പർട്ടിക്കുലർ ആക്സിസിന് നോർമലായിട്ട് ഒരു പോയിന്റിൽ ഈ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ടെസ്റ്റ് ചാർജിനെ പ്ലേസ് ചെയ്യുവാണ്, ആൻഡ് ഇവിടെ ഈ ആദ്യത്തെ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, എന്നാൽ ഈ രണ്ടാമത്തെ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ആൻഡ് if these two forces act along this direction, ഇതിവിടെ നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. സോ നമുക്കിവിടെ കാണാം ലൈക്ക് ചാർജസിന്റെ കോൺഫിഗറേഷന്റെ കേസിൽ അലോങ് ദി ആക്സിസ് ദി ഇക്വിലിബ്രിയം ഇസ് സ്റ്റേബിൾ ബിക്കോസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ബ്രിങ്ങിങ് ബാക്ക് ദി ടെസ്റ്റ് ചാർജ് ടു ദി ഇക്വിലിബ്രിയം പൊസിഷൻ. പക്ഷേ ഇഫ് വി ഡിസ്പ്ലേസ് ദിസ് ചാർജ് in the direction normal to the axis, then the restoring force will not be able to bring the charge to its equilibrium position. That is, the equilibrium is unstable as the restoring force is not present in all direction. Restoring force, it is only present on the line joining the charges. അതേസമയം ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ടെസ്റ്റ് ചാർജിനെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ there will be no restoring force. So this is a case of unstable equilibrium. സോ ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് കേസും നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് റിക്വയർസ് ദി കൺസെപ്റ്റ് ഓഫ് ബോത്ത് ഇക്വിലിബ്രിയം ആൻഡ് ഗോസസ് ലോ. Question number 33. A particle of mass m and charge minus q enters the region between the two charged plates initially moving along x-axis with speed vh. The length of the plate is L and an uniform electric field E is maintained between the plates. Show that the vertical deflection of the particle at the far edge of the plate is QEL square whole divided by 2m vh square. സോ ഈ കേസിൽ നമുക്ക് രണ്ട് ചാർജ്ഡ് പ്ലേറ്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ഈ ചാർജ് പ്ലേറ്റ്സിന്റെ ഇടയിലോട്ട് ഒരു എം മാസും മൈനസ് ക്യൂ ചാർജും ഉള്ള പാർട്ടിക്കിള് കോൺസ്റ്റന്റ് സ്പീഡിൽ എൻ്റർ ചെയ്യുവാണ്. ആൻഡ് ഈ പർട്ടിക്കുലർ പാർട്ടിക്കിളിന് അതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിഫ്ലക്ഷൻ QEL സ്ക്വയർ ബൈ 2m v സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് ആദ്യം ഫിഗർ കൺസിഡർ ചെയ്യാം. സോ ലെറ്റ് ദിസ് ബി ദ ചാർജ്ഡ് പ്ലേറ്റ് പ്രസന്റ് ഇൻ ദിസ് കേസ്. ആൻഡ് ഈ ചാർജ് പ്ലേറ്റുകൾക്കിടയിൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആൻഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് ഇസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. സോ ദിസ് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഇസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ആൻഡ് ഇവിടെ തന്നിട്ടുണ്ട് ഈ പ്ലേറ്റിന്റെ ലെന്ത് എന്ന് പറയുന്നത് L ആണ്. സോ ലെറ്റ് ക്യാപിറ്റൽ ലെറ്റർ L ബി ദ ലെന്ത് ഓഫ് ദ പ്ലേറ്റ്. ഇനി ഇവിടെ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ബോഡിയാണ്. ആൻഡ് ഇതിവിടെ ഈ പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് സ്പീഡ് VH ആയിട്ടാണ്. ഇവിടെ VH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ള വെലോസിറ്റിയാണ് VH. സോ ഈ പർട്ടിക്കുലർ പ്രോബ്ലം നമുക്ക് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് VH ആണ്. അതേസമയം ഇനീഷ്യലി ഈ പാർട്ടിക്കിളിന് വൈ ആക്സിസിൽ ഒരു വെലോസിറ്റി ഇല്ല. സോ ഇനീഷ്യൽ വെലോസിറ്റി അലോങ് വൈ ആക്സിസ് വിൽ ബി 0. ഇനി നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കണ്ടാണ് ഒരു നെഗറ്റീവ്ലി ചാർജ് ബോഡി ഒരു ഇലക്ട്രിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഇലക്ട്രിക് ഫീൽഡ്. സോ ഇവിടെ നമുക്ക് കാണാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. സോ ദിസ് charged body will experience a force in the upward direction and as a result it will deflect in the direction of this positive plate. So motion കണക്കാക്കിയാൽ it will deflect in the direction of positive plate. And finally ഈ body ഈ പ്ലേറ്റിന്റെ റീജിയൻ കടന്നു കഴിയുമ്പോൾ there is no longer force acting and it will move along the same direction. So അതാണ് ഇവിടെ മോഷൻ. ആൻഡ് ഇവിടെ നമുക്ക് കാണാം ഈ പർട്ടിക്കുലർ റീജിയൻ ഉള്ളത് ഒരു പ്രൊജക്ടൈൽ മോഷൻ ആണ്. ആൻഡ് ഈ പ്രൊജക്ടൈൽ മോഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അതേസമയം ഈ ബോഡിക്ക് വെർട്ടിക്കൽ ആയിട്ട് ഒരു ആക്സിലറേഷൻ ഉണ്ട്. സോ വെർട്ടിക്കൽ വെലോസിറ്റി വിൽ ബി ചേഞ്ചിങ്. സോ ആക്സിലറേഷൻ അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ വിൽ ബി 0. എന്നാൽ ആക്സിലറേഷൻ അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ എഴുതുവാണെങ്കിൽ നമുക്കറിയാം ആക്സിലറേഷൻ ഇസ് ഗിവൺ ബൈ ഫോഴ്സ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ഡിവൈഡഡ് ബൈ മാസ് A is equal to F/m. ആൻഡ് ഏതെങ്കിലും ഒരു ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി Q ടൈംസ് E. സോ ആക്സിലറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ്. ഇനി നമുക്കറിയാം ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതേസമയം ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പ്ലേറ്റിന്റെ ലെങ്ത് ആണ്. സോ ഇങ്ങനെ വെലോസിറ്റിയും ഡിസ്റ്റൻസും അറിയാമെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ടൈം ടേക്കൺ ടു ക്രോസ് ദ പ്ലേറ്റ്. സോ ലെറ്റ് us റൈറ്റ് ടൈം ടേക്കൺ ടു ക്രോസ് ദി പ്ലേറ്റ്. ദാറ്റ് ഇസ് T is equal to ഇവിടെ വെലോസിറ്റി ഉണ്ട് ലെങ്തും ഉണ്ട്. സോ ടൈം വിൽ ബി ഡിസ്റ്റൻസ് ട്രാവൽ ദാറ്റ് ഇസ് ലെങ്ത് ഓഫ് ദി പ്ലേറ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി VH. ഇതായിരിക്കും ഈ പ്ലേറ്റിന്റെ L ലെങ്ത് കവർ ചെയ്യാൻ വേണ്ടുന്ന സമയം.
എന്നാൽ ഈ t ടൈമിൽ തന്നെ ഈ ബോഡിക്ക് വെർട്ടിക്കൽ ആയിട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് വി ക്യാൻ ഡിനോട്ട് ദിസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ y. സോ ഈ ഫീൽഡിൽ എൻ്റർ ചെയ്യുന്ന ഈ പാർട്ടിക്കിൾ മേൽ വെർട്ടിക്കൽ ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് കോസ് എ ഡിഫ്ലക്ഷൻ ടുവേർഡ്സ് ദി പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് ആൻഡ് ആസ് എ റിസൾട്ട് ദർ വിൽ ബി എ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ. ഈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ലെറ്റ് us യൂസ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ദാറ്റ് ഇസ് വി നോ s is equal to ut plus half at square എന്ന ഇക്വേഷനിൽ ഇവിടെ വെർട്ടിക്കൽ ഇനീഷ്യൽ വെലോസിറ്റി uy ആണ് ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് ay ആണ്. ആൻഡ് വി ഓൾറെഡി നോ uy വിൽ ബി 0. സോ ഈ പർട്ടിക്കുലർ ടേം കാണത്തില്ല. ദാറ്റ് ഇസ് വി ക്യാൻ റൈറ്റ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ y is equal to half ay t square. ഇനി ഇവിടെ tക്ക് ഓൾറെഡി ഒരു എക്സ്പ്രഷൻ ഉണ്ട്. സോ ലെറ്റ് us substitute this t here and we will get the vertical deflection will be equal to half ayക്ക് നമുക്കിവിടെ ഓൾറെഡി ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഇസ് q e by m into t എന്ന് പറയുന്നത് l by vh ആണ്. t സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി l സ്ക്വയർ by v h സ്ക്വയർ. ആൻഡ് ഇതിവിടെ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സെയിം ആസ് q e l സ്ക്വയർ by 2 times m v h സ്ക്വയർ. സോ ഇതാണ് നമുക്കിവിടെ ഷോ ചെയ്യേണ്ടുന്ന എക്സ്പ്രഷൻ. സോ അകത്തായിരിക്കും ഒരു -q ചാർജ് ഉള്ള ഒരു ബോഡി രണ്ട് ചാർജ് പ്ലേറ്റുകൾക്കിടയിൽ വി എച്ച് എന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന വെർട്ടിക്കൽ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ആണ് q e l സ്ക്വയർ by 2m v h സ്ക്വയർ, where l is the length of the plate. Question number 34. Suppose that the particle in exercise 1.33 is an electron projected with velocity vh is equal to 2 into 10 raised to 6 meter per second. If the electric field between the plates separated by 0.5 centimeter is 9.1 into 10 raised to 2 Newton per coulomb, where will the electron strike the upper plate? Charge and mass of electron is also given. So ഇത് കഴിഞ്ഞ ക്വസ്റ്റിന് ഒരു കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ഓൾറെഡി വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ്റെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഇസ് y is equal to q e l സ്ക്വയർ by 2m v h സ്ക്വയർ. ആൻഡ് ഇവിടെ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അതെന്നുള്ളത് y ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ടിക്കിൾ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് എൻ്റർ ചെയ്യുന്നത് വിചാരിക്കുക. ഈ പൊസിഷനിൽ നിന്ന് എൻ്റർ ചെയ്താൽ നമുക്കറിയാം ഇതിന്റെ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗോ ആൻഡ് സ്ട്രൈക്ക് ദി പ്ലേറ്റ് ലൈക്ക് ദിസ്. സോ ഇവിടെ വെർട്ടിക്കലായിട്ട് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് y തന്നെ ആയിരിക്കും. ദാറ്റ് ഇസ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ്. അല്ലെങ്കിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ പാർട്ടിക്കിൾ ഈ രണ്ട് പ്ലേറ്റുകളുടെ മിഡിൽ പോയിന്റിൽ നിന്നാണ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അണ്ടർഗോ ഡിഫ്ലക്ഷൻ ആൻഡ് സ്ട്രൈക്ക് ദി ചാർജ് പാർട്ടിക്കിൾ ലൈക്ക് ദിസ്. സോ രണ്ട് കേസുകൾ ഇവിടെ പോസിബിൾ ആണ്. ആൻഡ് ഇവിടെ ക്വസ്റ്റനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല ഏത് കേസാണ്. സോ ഇവിടെ നിങ്ങൾ ആദ്യത്തെ കേസ്, അതായത് ഈ പ്ലേറ്റിന്റെ താഴെ നിന്നാണ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് y ആയിരിക്കും. അതേസമയം നിങ്ങൾ കൃത്യം നടുക്കത്തെ പോയിന്റിൽ നിന്നാണ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് y by 2, അതായത് ഈ സെപ്പറേഷന്റെ ഹാഫ് ഡിസ്റ്റൻസ് ആണ്. സോ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ഈ ഫസ്റ്റ് കേസ് ആണ്. ദാറ്റ് ഇസ് ഐ എം ഇമാജിനിങ് ദ പാർട്ടിക്കിൾ ടു എൻ്റർ ഫ്രം ദി ലോവർ എഡ്ജ് ഓഫ് ദി പ്ലേറ്റ്. സോ ഇവിടെ ഈ പാർട്ടിക്കിൾ ഉണ്ടാകുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ y ആയിരിക്കും. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേർ വിൽ ദി ഇലക്ട്രോൺ സ്ട്രൈക്ക് ദി അപ്പർ പ്ലേറ്റ്. ദാറ്റ് ഇസ് വി നീഡ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് l. സോ ഇക്വേഷനിൽ ആദ്യമേ എൽ സ്ക്വയറിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഇസ് എൽ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് 2m v h സ്ക്വയർ ടൈംസ് y all divided by q into e. ഇതായിരിക്കും എൽ സ്ക്വയർ. ഇനി ലെറ്റ് us substitute 2 into m. ഇവിടെ m എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇറ്റ് വിൽ ബി 9.1 into 10 raised to minus 31. ഇനി v h സ്ക്വയർ വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട് 2 into 10 raised to 6. ഇനി അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 4 into 10 raised to 12 ഇൻറ്റു y എന്നുള്ളത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ. ആൻഡ് ഇവിടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആയിട്ട് ഞാൻ എടുക്കുന്നത് ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസ് തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ആസ് 0.5 സെന്റിമീറ്റർ. ഈ സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 0.5 into 10 raised to minus 4 meter all divided by charge of electron എന്ന് പറയുന്നത് 1.6 into 10 raised to minus 90. ആൻഡ് ഇവിടെ തന്നിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.1 into 10 raised to 2. ആൻഡ് ഈ പർട്ടിക്കുലർ വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 2.5 into 10 raised to minus 4. ആൻഡ് ഇവിടെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എൽ ആസ് സ്ക്വയർ റൂട്ട് ഓഫ് 2.5 into 10 raised to minus 4, which will be approximately 1.6 into 10 raised to minus 2 meter. ഈ 1.6 into 10 raised to minus 2നെ ഫർദർ വി ക്യാൻ അപ്രോക്സിമേറ്റ് ഇറ്റ് ആസ് 16 സെന്റിമീറ്റർ. സോ അതായിരിക്കും ഇവിടെ ഈ ഇലക്ട്രോൺ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്.